ഞാൻ ഒരൊറ്റ വിഷയം മാത്രം എടുക്കാം. ഏത്? നമ്മളുടെ ഈ വയനാട് വിഷയം മാത്രം എടുക്കാം. വയനാട് വിഷയത്തിൽ ചുരുങ്ങിയത് 4 പ്രധാനപ്പെട്ട വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിൽ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കാൻ കോൺഗ്രസ് വൈകിയത് സർക്കാർ എന്നാൽ ഞാൻ 2 യോഗങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്ന് 29/8/2014 കൂടിയ സർവകക്ഷി യോഗം. ആ പ്രതിപക്ഷ നേതാവ് ഇതേപോലെ ഭൂമി ഇതേപോലെ ടൗൺഷിപ്പിന് പുറത്തു വേണമെന്നൊരാവശ്യം ഉന്നയിച്ചിട്ടില്ല. 1/1/2025 4/1/2025 2 ദിവസങ്ങളിലായി സ്പോൺസർമാരുടെ ഒരു യോഗം മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. 22 പേർ അതിൽ പങ്കെടുത്തു. 100-ലധികം വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവും അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിൽ പങ്കെടുത്തു പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന്, ഈ പറയുന്ന പുനരധിവാസത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. 2, 30 ലക്ഷം എന്ന് പറഞ്ഞത് 15 ലക്ഷമാക്കി കുറയ്ക്കണം എന്നുള്ളതാണ്. ഇതിനും അപ്പുറത്തേക്ക് ടൗൺഷിപ്പിന് പുറത്തേക്ക് കോൺഗ്രസിന് വീട് നൽകണമെന്നോ വീട് നൽകേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി മിനിറ്റ്സിലില്ല. റവന്യൂ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുമ്പോഴും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്ക് അങ്ങനെ രേഖാമൂലം ഒരു അപേക്ഷ എത്തിയിട്ടില്ല. ടൗൺഷിപ്പിനെ കുറിച്ചുള്ള കാര്യം ആദ്യത്തെ സർവകക്ഷി യോഗത്തിൽ തന്നെ തീരുമാനമായ കാര്യം മറച്ചുവെച്ച് സർക്കാരിൽ നിന്ന് ഭൂമി ലഭിക്കുന്നതിന് ഉള്ള കാലതാമസമാണ് ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ വൈകിയത് എന്ന് പറയുന്നത് ആദ്യത്തെ വാസ്തവവിരുദ്ധമായ കാര്യം. 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ആ വാചകത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അവിടെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? അതാണ് 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് അവിടെ അതാത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് പെർമിറ്റ് വേണം. തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ടൗൺ പ്ലാനിംഗ് ഓഫീസർ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം മേപ്പാടി പഞ്ചായത്തിൽ 19/3/2026 വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം നിലവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന പേരിൽ പെർമിറ്റിന് അപേക്ഷകളൊന്നും ഈ ഓഫീസിൽ ലഭിച്ചിട്ടില്ല. അപേക്ഷ നൽകാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പണി തുടങ്ങാൻ പറ്റുമോ? അപ്പോൾ വാസ്തവവിരുദ്ധമായ ഇതിലെ 3ാമത്തെ കാര്യമാണ്. 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി തുടങ്ങി അതിനുശേഷം ഇത് ആന വരാത്തൊരു ഭൂമിയാണ്, ആന വരുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്ന് വീടിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു അയൽവാസി നമ്മുടെ ക്യാമറയിൽ പറഞ്ഞെന്താ, ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മാത്രമല്ല തൊട്ടടുത്ത് ആനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങും അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആനശല്യമുണ്ട് എന്ന് പറഞ്ഞത് ഇന്ന് അവിടെ ആ വീടിനോട് ആ സ്ഥലത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യം നമ്മുടെ മുന്നിൽ ഒരു ഒറ്റ വിഷയത്തിൽ 4 വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.